മുലക്കുരുവാണോ പ്രശ്നം? അതോ ഫിഷറാണോ? രണ്ടേ രണ്ട് സാധനം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറ്റിത്തരാം. സത്യം. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണലി വരുന്ന ഒരു തരം അസുഖമാണ് പൈൽസ്. അത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പുറത്തേക്ക് എഫക്റ്റ് ചെയ്യില്ല. ടൈം എടുക്കും. നമ്മളത് ഒരു സ്റ്റേജ് 4 ഒക്കെ എത്തുമ്പോൾ നമ്മളത് ഓപ്പറേറ്റ് ചെയ്ത് കളയണ ഏറ്റവും നല്ലത്. ഇതിൽ ഒരുപാട് നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് പൈൽസ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു മാറാരോഗമൊന്നുമല്ല. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷറാണ്. ഫിഷർ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫിഷർ. അതായത് ക്രാക്ക് ആവുകയാണ്. നമ്മുടെ മോശം പോകുന്ന ഭാഗം ക്രാക്ക് ആവുമ്പോൾ പറയുന്ന പേരാണ് ഫിഷർ. ഇത് നമ്മൾ ഒരുപാട് ചിക്കൻ കഴിക്കുക, ഒരുപാട് മുട്ട കഴിക്കുക, പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാതെ ജിമ്മിൽ പോവുക, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ഒരുപാട് നേരം ഫോഴ്സ് ചെയ്തിട്ടെന്ന് ഫിഷർ വരും. അതായത് ക്രാക്ക് വരും, വിങ്ങാൻ തുടങ്ങും. അതിനുശേഷം ബ്ലീഡിങ്ങിലേക്ക് മാറും. പിന്നെ അത് മൊത്തം ബ്ലീഡിങ് ആയിരിക്കും. ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബെറ്റാഡിൻ സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന്. ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം എടുക്കുക. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് മതി. അതിലേക്ക് നിങ്ങൾ ഇതിൽ 30 ml ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ മേലെ ഫുൾ കവർ ചെയ്തിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു സ്വെല്ലിങ് കുറയും, നിങ്ങൾക്ക് മോഷൻ പോകാൻ പെയിൻ ഉള്ളത് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇത് പതിയെ ഒരു 2 ആഴ്ചക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മാറാൻ സഹായിക്കും കേട്ടോ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ താറാമുട്ടയാണ്. നിങ്ങൾ എടുത്തിട്ട് വേവിച്ചിട്ട് അതിന്റെ തൊണ്ട് കളഞ്ഞിട്ട് കല്ലുപ്പിൽ നിങ്ങൾ അത് ഇട്ട് വെക്കണം. ഇട്ട് വെച്ച് 5 മിനിറ്റ് ശേഷം നിങ്ങൾ അത് എടുത്ത് കഴിക്കുക. രാവിലെ വെറും വയറ്റിലും വൈകുന്നേരത്തും 2 താറാമുട്ട കഴിക്കും. ഇങ്ങനെ നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മുലക്കുരു, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് 3 നമുക്ക് മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളൊരു സ്റ്റേജ് 3, 4 ഒക്കെ എത്തിയ ഒരു വ്യക്തിയാണ് പൈൽസിലെങ്കിൽ ഇത് അത്രയും എഫക്റ്റ് ആവില്ല. കുറച്ച് ശമനം കിട്ടും, കുറച്ച്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ട് മുലക്കുരുള്ള ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. ഇത് അടിപൊളിയാണ്, സത്യമായിട്ട് ഞാൻ പറയാണ്, അടിപൊളിയാണ്. ഇത് നിങ്ങളിപ്പോൾ ഏത് ഡോക്ടറെ കണ്ടാലും അവർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഈ പറയുന്ന ബെറ്റാഡിൻ. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പെയിൻ റിലീഫ് വേണം, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഫോളോ ചെയ്യാൻ മറക്കരുത്. ടാറ്റ. പോയിക്കോ, ടാറ്റ.